കൊല്ലുന്നത്. ഒരു റോമൻ കത്തോലിക്കനാണ്. ഇവരെ നിങ്ങൾ വഴിയിൽ നേരിടുക. രണ്ടാമത്തെ കാര്യം, ഞാൻ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് ഹിന്ദുക്കള് തന്നെ, സനാതന സംഘപരിവാറിന്റെ തന്നെ ആളുകൾ, നിതിൻ സാവന്തിന്റെ ഒരു വലിയ വർക്കാണ് ഫ്രാൻസിസ് സേവിയർ ഹിന്ദു ദ്വേഷ, സ്റ്റോപ്പ് ഹിന്ദു ദ്വേഷ, ഹിന്ദുക്കളുടെ എതിരെയുള്ള ആക്രമണം നിർത്തുക എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ആണ്. അവിടെ ഫ്രാൻസിസ് സേവിയർ, ദി ഹോമോസീഡിയൽ മേനിയാക് ഹു പയനിയർഡ് പൊഗ്രോംസ് അഗെയിൻസ്റ്റ് ഹിന്ദുസ്, അതായത് കൊലപാതക ഭ്രാന്ത് പിടിച്ച ഹിന്ദു വംശഹത്യ ചെയ്ത ഒരു മതഭ്രാന്തനാണ് ഇവര് വിശുദ്ധൻ എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് സേവിയർ. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇവര് നൈസായിട്ട് ഇത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി ഈ സത്യങ്ങൾ മുക്കിവെച്ചു. പ്രൊട്ടസ്റ്റന്റുകാര് ഇവിടെ ഒരാളെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടില്ല, സമൂഹത്തെ നവീകരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ നേരത്തെ ചോദിച്ച പോലെ റോമൻ കത്തോലിക്കർ ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട്, സൗജന്യമല്ല. പ്രൊട്ടസ്റ്റന്റ്സ് ഇവിടെ സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങിയത്, മനസ്സിലാകുന്നുണ്ടോ? ഇവരിത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കാൻ. ഈ പൈസയുടെ കണക്കോ മറ്റൊരു മതരാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്യുന്നു. എന്റെ ഒന്നാമത്തെ പോയിന്റ്, മാർട്ടിൻ ഒരു കത്തോലിക്കനാണ്, കത്തോലിക്കൻ തന്നെയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. അങ്ങനെയുള്ളവരെ വഴിയിൽ കൈകാര്യം ചെയ്യുക. രണ്ട്, ഇവിടുത്തെ കൂട്ടക്കൊല നടത്തിയത് പോർച്ചുഗീസിൽ നിന്ന് വന്ന റോമൻ കത്തോലിക്ക മതസ്ഥരാണ് 1500-1500-കളില്. അവിടെ ഞാൻ താഴെ ലിങ്ക് ഇട്ടിട്ടുള്ളത് പറയുന്നത് തന്നെ അമ്പലങ്ങൾ പൊളിച്ചു. ആ വെബ്സൈറ്റ് ഒന്ന് തുറന്നു നോക്കിയേ. ഇദ്ദേഹം അമ്പലങ്ങൾ പൊളിച്ചു, കത്തോലിക്ക പള്ളിയാക്കി. ആ പള്ളികൾ തിരിച്ചു പിടിക്കാൻ സംഘപരിവാറിന് ആർജവമുണ്ടോ? ബാബറി മസ്ജിദ് തിരിച്ചു പിടിച്ചതുപോലെ ഈ പള്ളികളുടെ മുകളിൽ കത്തോലിക്ക പള്ളി വെച്ചിരിക്കും. ഈ അമ്പലങ്ങൾ തകർത്തിട്ട് അതിന്റെ മുകളിൽ കത്തോലിക്ക പള്ളികൾ വെച്ചിരിക്കുകയാണ്. പല അമ്പലങ്ങളും തകർത്തു, പക്ഷെ എന്ത് ചെയ്തില്ല, അതിന്റെ മേളിൽ പള്ളി പണിതില്ല. എന്റെ ചോദ്യം, നിങ്ങൾക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള ആർജവമുണ്ടോ? പിടിക്കത്തില്ല. പറ്റുമോ? നിങ്ങളുടെ കിഴങ്ങ് പറയ്ക്കും. ഇല്ലേ നിങ്ങൾ പറ, അത് കാലക്രമേണ ഞങ്ങൾ ചെയ്യുമെന്ന്. ഇപ്പൊ ഇവിടെ നിന്ന് ചക്കര അടയും പോലെ എന്റെ പൊന്നു മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട്. സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ, ബഹുസ്വരതയുടെ ഒരു വലിയ കാര്യമൊക്കെ ആദം പറയുന്നുണ്ട്. ഇവര് വാര്യം കുന്നനെ മുസ്ലിങ്ങൾ എങ്ങനെയാണോ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കുന്നത്, ടിപ്പു സുൽത്താനെ എങ്ങനെയാണോ വലിയൊരു നവോത്ഥാന നേതാവാക്കുന്നത്, അതുപോലെ തന്നെ ഇവര് വത്തിക്കാനിൽ ചെന്ന് വിശുദ്ധനാക്കിയ ഒരു വ്യക്തിയാണ്. ഇവിടെ കേട്ടിരിക്കുന്ന എല്ലാവരും ഏത് പറങ്കിയെയും നൈറ്റി ഇട്ടവന്റെയും കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദിക്കുക, എടാ ഗോവയിൽ ഞങ്ങളുടെ അമ്പലങ്ങൾ പൊളിച്ചവനല്ലേടാ, തിരിച്ചടിക്കത്തില്ല. കാരണം അവന്മാര് ഷണ്ണന്മാരാ. കുത്തിന് പിടിച്ച് ചോദിക്കണം, ഞങ്ങളുടെ അമ്പലങ്ങൾ വിട്ടുതാടാ എന്ന് സനാതനികൾ ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ ബഹുസ്വരതയുടെ കാര്യങ്ങൾ പറയുന്നു. ഒരു കാര്യം പറയട്ടെ, ജനാധിപത്യ ബഹുസ്വരതയും ഇവരുടെ രാജ്യങ്ങളിൽ ഇല്ലായിരുന്നല്ലോ. ഇത് പ്രൊട്ടസ്റ്റന്റുകാർ കൊണ്ടുവന്ന ജനാധിപത്യ ബഹുസ്വരതയും. ഇതൊക്കെ കോപ്പി അടിച്ചിട്ടാണ് ഈ പറങ്കി മതക്കാരും പാപ്പ ഉൾപ്പെടെ നാണമില്ലാതെ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും നോക്ക്, ഇവർക്ക് ആധുനിക ലോകത്തിന് ഒന്നും സംഭാവന ചെയ്യാനില്ലായിരുന്നു. പ്രൊട്ടസ്റ്റന്റുകാരാണ് ഈ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ജനാധിപത്യമൊക്കെ വിഭാവനം ചെയ്തത്. അത് മറ്റൊരു ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചെയ്തു, ഇനിയും ചെയ്യും, തെളിയിക്കും. അത് പ്രൊട്ടസ്റ്റന്റുകാർ ചെയ്തതാണെന്ന് ഇൻഡിപെൻഡന്റ് വർക്കുകളുണ്ട്, നിങ്ങൾക്കും പഠിക്കാം. ലജ്ജയില്ലാതെ അത് പ്രൊട്ടസ്റ്റന്റുകാരല്ല, അത് കത്തോലിക്കരുടെ ആണെന്ന് കഴിഞ്ഞ ദിവസം ഒരുത്തം പറയുന്നത് കേട്ടായിരുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ അട്ടിപ്പേർ പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല. കൂട്ടക്കൊലകൾ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ഇൻക്വിസിഷന്റെ ചരിത്രം പഠിക്കാം. ടോർച്ചർ സെല്ലുകൾ ഉണ്ടായിരുന്നു. നിങ്ങളെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ക്രൂരമായി ചെയ്യുകയും പട്ടികളെ കൂട്ടിലിട്ടിട്ട്, നമ്മൾ പട്ടികളോട് പോലും അങ്ങനെ ചെയ്യത്തില്ല, കൂട്ടിലിട്ടിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ചാണ്. അവരുടെ നിലവിളികൾ ആകാശത്തോളം ഉയർന്നു. അദ്ദേഹം എന്താ പറയാ, ആ ഇൻക്വിസിഷന് വന്നവര് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എന്നാണ് ഇവരുടെ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. അമ്പലങ്ങൾ തകർത്തതിന് കയ്യും കണക്കുമില്ല. ആയിരക്കണക്കിന് അമ്പലങ്ങൾ ചെറുതും വലുതുമായത് തകർത്തു. ഞാനല്ല പറയുന്നത്, സംഘ